രാഷ്ട്രപതി ഭവനിലെ വിരുന്നു സൽക്കാരം വലിയ വിവാദമായിരിക്കുകയാണ്. അതിനു പിന്നാലെ എല്ലാവർക്കും അറിയേണ്ട കാര്യം ശശി തരൂർ കോൺഗ്രസ് വിടുമോ ഇല്ലയോ എന്നതാണ്. കോൺഗ്രസ് വിടുമോ എന്ന ചോദ്യത്തിന് മറുപടി ശശി തരൂർ തന്നെ നൽകിയിരിക്കുകയാണ്. താൻ കോൺഗ്രസിൽ നിന്നുള്ള MP ആണെന്നും തെരഞ്ഞെടുക്കപ്പെടാൻ ഏറെ കഷ്ടപ്പെട്ടെന്നും മറ്റെന്തെങ്കിലും തീരുമാനമെടുക്കാൻ വലിയ ആലോചനകളും പരിഗണനകളും ആവശ്യമാണ് എന്നുമായിരുന്നു ഒരു ദേശീയ മാധ്യമത്തിന് തരൂർ നൽകിയ മറുപടി. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായുള്ള വിരുന്ന് സൽക്കാര വിവാദത്തിലും തരൂർ പ്രതികരിച്ചു. വിരുന്നിനെ ഗംഭീരമെന്ന് വിശേഷിപ്പിച്ച തരൂർ മല്ലികാർജുൻ ഖാർഗെയെയും രാഹുൽ ഗാന്ധിയെയും ക്ഷണിക്കാത്തത് എന്തുകൊണ്ടാണ് എന്ന് തനിക്ക് അറിയില്ലെന്നും പറഞ്ഞു. MP ആയി താൻ ചെയ്യേണ്ട കടമകൾക്കും പ്രവർത്തനങ്ങൾക്കും ഈ വിരുന്നുമായി യാതൊരു ബന്ധവുമില്ലെന്നും അവ തീർത്തും വ്യത്യസ്തമായ ഒരു കാര്യമാണെന്നും തരൂർ കൂട്ടിച്ചേർത്തു. വിരുന്ന് സൽക്കാരത്തിലേക്ക് തനിക്ക് ക്ഷണം ലഭിച്ചതിനെ വലിയ ആദരവായാണ് കാണുന്നത് എന്നാണ് തരൂർ പറയുന്നത്. ഒരുപാട് കാലത്തിനു ശേഷം രാഷ്ട്രപതി ഭവനിലേക്ക് തിരിച്ചെത്തുകയാണെന്നും കുറച്ചു കാലമായി അവർക്ക് വേറെ മനോഭാവമായിരുന്നുവെന്നും ഞാൻ അംഗമായ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ ഇതുമായെല്ലാം ബന്ധപ്പെട്ടതിനായതിനാൽ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ വിരുന്ന് സഹായിച്ചെന്നുമാണ് തരൂർ പറയുന്നത്. കേന്ദ്ര സർക്കാർ അനുകൂല സമീപനത്തെ സംബന്ധിച്ച ചോദ്യത്തോടും തരൂർ പ്രതികരിച്ചിരുന്നു. തനിക്ക് ലഭിച്ച ഈ ക്ഷണത്തിന് അത്തരം വിവാദങ്ങളുമായി ബന്ധമില്ലെന്നും സർക്കാരുമായി സഹകരിക്കുകയെന്നാൽ നിങ്ങൾ നിങ്ങളുടെ ബോധ്യങ്ങളോ തത്വങ്ങളോ ഉപേക്ഷിക്കുന്നുവെന്നല്ല, മറിച്ച് നിങ്ങൾ പൊതുവായ നിലപാട് കണ്ടെത്തുന്നുവെന്നായിരുന്നു തരൂരിന്റെ മറുപടി. തീർത്തും ആർക്കും മനസ്സിലാവാത്തൊരു മറുപടി. പൊതുവായ ഒരു അഭിപ്രായത്തിലേക്ക് എത്തുക എന്നതാണ് ജനാധിപത്യത്തിൽ ഒരു സർക്കാരിന്റെയും പ്രതിപക്ഷത്തിന്റെയും ദൗത്യം. ചിലതിൽ യോജിക്കും, ചിലതിൽ വിയോജിക്കും, ചിലപ്പോൾ ഒരുമിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിക്കുമെന്നും തരൂർ പറഞ്ഞു. വിരുന്നിനിടയിലും തിരുവനന്തപുരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കായി താൻ പല ഉദ്യോഗസ്ഥരെയും കണ്ടിരുന്നുവെന്നും തരൂർ പറയുന്നുണ്ട്. അത് തന്റെ രാഷ്ട്രീയ ഉത്തരവാദിത്തമാണെന്നും തരൂർ കൂട്ടിച്ചേർത്തു. പുടിനൊപ്പമുള്ള വിരുന്ന് സൽക്കാരത്തിന് പങ്കെടുക്കാനുള്ള ക്ഷണം സ്വീകരിച്ചതിന് പിന്നാലെ തരൂരിനെതിരെ കോൺഗ്രസ് നേതാക്കൾ കടുത്ത വിമർശനം ഉയർത്തിയിരുന്നു. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെയും രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖാർഗെയെയും വിരുന്നിന് ക്ഷണിച്ചിരുന്നില്ല. ക്ഷണം അയച്ചതും ക്ഷണം സ്വീകരിച്ചതും വളരെ ആശ്ചര്യകരമാണെന്നും എല്ലാവരുടെയും മനസാക്ഷിക്ക് ഒരു ശബ്ദമുണ്ടെന്നുമാണ് കോൺഗ്രസ് നേതാവ് പവൻ ഖേര വിമർശിച്ചത്. തരൂരിന് ഈ കളി അറിയില്ലെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഓപ്പറേഷൻ സിന്ദൂർ പോലുള്ള ദേശീയ കാര്യങ്ങളിൽ സർക്കാരിന്റെ പ്രതിനിധി സംഘത്തിൽ തരൂർ അംഗമായപ്പോഴും കോൺഗ്രസ് അതൃപ്തി രേഖപ്പെടുത്തിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് തരൂർ പാർട്ടി വിടുമോ എന്ന ചോദ്യം ഉയർന്നത്.